ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. സോ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയതിന് ശേഷം ഇപ്പം നിങ്ങൾ കുറേ പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ റെൻറ്റ് എത്രയാണ്, അതായത് അപ്രോക്സിമേറ്റ് റെൻറ്റും പിന്നെ നമ്മൾ താമസിക്കുന്ന ഇപ്പോഴത്തെ ലൊക്കേഷൻ, ഈ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ ആ ലൊക്കേഷൻ നമ്മൾ പോണ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ ത്രൂ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നമുക്ക് തരാം കേട്ടോ. സോ നമ്മുടെ വീഡിയോ എൻഡ് വരെ കാണാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. വെറുതെ ആ ബീച്ച് വരെ പോയി, ഇവിടെ വന്നാൽ മതിയായിരുന്നു. ഇതൊക്കെ എത്രയോ ബെറ്റർ അല്ലേ ബീച്ചിനോട്ടും. ഇവിടെ ചെറിയ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂട്ടേഴ്സും അതേപോലെ സൈക്കിൾസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു കുറച്ച് ക്യാഷ് കൊടുത്താൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കാം. ഐ എം ഫീലിംഗ് സോ അമേസിങ്, സോ വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. ഐ മീൻ എനിക്ക് പറയാൻ പറ്റുന്ന അത്രയ്ക്കും നല്ലൊരു കിഡിലൻ സ്ഥലം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതെനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമിൽ കുറച്ചും കൂടി നല്ലൊരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ചൂടാണ്, പ്രത്യേകിച്ച് തണുപ്പ് സമയത്തൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ആൻ എക്സലൻറ്റ് ഫീലിംഗ്. നമുക്ക് ഇന്നലെ ഇവിടെ വന്നാൽ മതിയായിരുന്നു കേട്ടോ. ഏട്ടൻ ഇപ്പം തന്നെ വേർക്കാൻ തുടങ്ങി. സ്മൈൽ സ്മൈൽ ആൻഡ് സ്പീക്ക്. ഓക്കെ, പക്ഷെ അത്ര ദൂരമൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ലോങ്. സോ സ്പേഷ്യസ് ആണ് കേട്ടോ, ഭയങ്കര സ്പേഷ്യസ് ആണ്. അതേപോലെ നല്ല ഗ്രീനറി, സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നല്ല രസമുണ്ട് കേട്ടോ. ഐ ലവ് ദിസ് പ്ലേസ്. ഞങ്ങൾ എപ്പോഴും പോണ അൽനാഥ പാർക്കില്ലേ, അതിനെക്കാട്ടിലൊക്കെ എത്രയോ ഇരട്ടി കൂടുതലാണ് എനിക്കിവിടെ ഇഷ്ടമായത്. ഇറ്റ്സ് വെരി പ്ലേസ്. ഓൺലി ഡ്രോബാക്ക് ഇസ് നമുക്ക് എപ്പോഴും വരാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ലോങ് ഫ്രം നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് കേട്ടോ. സോ എവറി ടൈം വി കൻ നോട്ട് കം, ബട്ട് ഇടയ്ക്ക് നമുക്ക് ഇവിടെ വരാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇറ്റ്സ് വെരി അമേസിങ്. സി ഹൗ സ്പേഷ്യസ് ഇറ്റ് ഈസ്. കുട്ടികൾക്കൊക്കെ അവരെ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ജോഗിങ്ങിന് പലവരും ഇവിടെ വന്ന് പോകുന്നുണ്ട്. അതേപോലെ കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാവിടെയും നമുക്ക് കവർ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺ ടിൽ ദ എൻഡ്. ടോപ്പിലും ഒരു ഡെക്കറേഷൻ പോലെ ഉണ്ട് കേട്ടോ. ഇറ്റ് ഗീവ്സ് സച്ച് എ നാച്ചുറൽ അപ്പിയറൻസ്. നല്ല രസമുണ്ട് കേട്ടോ. അത് വെരി ബ്യൂട്ടിഫുൾ. So much of greenery. So pretty. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലവർ ആട്ടോ. മൈറ്റ് ബി ബിക്കോസ് എനിക്ക് പിങ്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് ലുക്ക് സോ വണ്ടർഫുൾ. അത്ര ഇല്ല കേട്ടോ, അത്ര പൂത്ത് നിൽക്കുന്നില്ല, എന്നാലും ആവശ്യമുണ്ട്. നല്ല രസമുണ്ടല്ലേ. അവിടെ ഇരിക്കും ഒറ്റയ്ക്ക്, പേടിക്കൊന്നുമില്ലല്ലോ കുഞ്ഞാ. നോ, ലെറ്റ് മീ സീ. എനിക്കിതൊക്കെ ഭയങ്കര പേടിയാട്ടോ. കാണാൻ ഭയങ്കര ക്രേസാണ്, അതിലിരിക്കാനൊന്നും ധൈര്യമൊന്നുമില്ല. And God, she liked it. 1, 2, 3, yay!
This is what? Go slowly. Okay? പിടിച്ചിട്ട് വന്നിട്ട് കയറാനായിട്ട്. Otherwise you will fall down. Do you know what is the name of this game? I don't know. You don't know? No. Okay. Okay, you are playing for the first time. താമസിക്കുന്നവർക്ക് സുഖമല്ലേ? They can come every time they wish. പെട്ടേ, നമ്മൾ പെട്ടേ. She was making fun. സോ നമ്മുടെ കുറേ വ്യൂവേഴ്സിനുള്ള ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ, നമ്മുടെ പുതിയ ഫ്ലാറ്റിൻ്റെ ലൊക്കേഷൻ എന്താണ്, അത് പിന്നെ അപ്രോക്സിമേറ്റ് റെൻറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ അതൊന്ന് പറയൂ. സ്ഥലത്തിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളൊന്ന് പുതിയ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, സോ അത് വെച്ചിട്ട് ഡിസ്ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മൾ ഈ ഒരു പ്ലേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ആംബിയൻസിൽ വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ച കാരണം എല്ലാം സസ്പെൻസ് ആക്കി വെച്ചതായിരുന്നു. നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു റെസിഡൻഷ്യലായ ഒരു ഏരിയ ആണ്. ഇപ്പോൾ ദുബായ് സാർക്ക് സൈഡിൽ ഇപ്പോൾ അൽനാദ എന്ന് പറയും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആണ്. ഷാർജയിൽ പോയാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ദുബായിലുമാണ്, ബോർഡറിലാണ് നമുക്ക് അൽനാദ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു കൺവീനിയൻ്റ് പ്ലേസ്. നമ്മൾ പിന്നെ നമ്മുടെ പണ്ടത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും സംശയം ഉണ്ടാകും. കാരണം പണ്ടും നമ്മൾ അൽനാദ ഷാർജയിലായിരുന്നല്ലോ എന്നുള്ളത് അല്ല കേട്ടോ. പക്ഷേ ആ ഒരു ഏരിയ കുറച്ച് ദൂരെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഫ്ലാറ്റ് അവിടുന്ന് നല്ല ദൂരെയാണ് കേട്ടോ. സോ അടുത്തല്ല, അവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമുണ്ട്. അല്ലല്ലോ, ഇതിൻ്റെ അടുത്ത് കൂടി പോവാമല്ലോ. ഐ ജസ്റ്റ് വോണ്ട് ടു ഫീൽ ദിസ്. സോ 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 ബ്യൂട്ടിഫുൾ. സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. ഞാൻ എന്താ പറയണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അത്രയ്ക്കും എനിക്ക് നല്ല രസമായിട്ട് എനിക്ക് ഫീലായി. സോ മച്ച് വണ്ടർഫുൾ. See, everywhere there are plants. That's what I liked about a lot. Oh great. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് സ്നാക്സ് വല്ലതും കഴിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അങ്ങനെ വെക്കാമല്ലോ. റിയലി വെരി ബ്യൂട്ടിഫുൾ, പ്രിറ്റി. നമ്മൾ നാട്ടിൽ വന്നോ എന്നൊരു ആ ഒരു ഫീലാട്ടോ കിട്ടുന്ന അവിടെ. റിയലി ലൈക്ഡ് ഇറ്റ്. I would like to visit here more frequently. ഇതിപ്പോൾ നേരെ അവിടുന്ന് തുടങ്ങിയിട്ട് ഫുൾ ആ എൻഡ് വരെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു ലോങ് ആണ്, നല്ല സ്പേഷ്യസ് ഉള്ള പാർക്കാണ് കേട്ടോ അത്. വെരി നൈസ്. ബ്യൂട്ടിഫുൾ പ്ലാന്റ്. നമ്മുടെ നാട്ടിലത്തെ മരങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ദാറ്റ്സ് വൈ ഫെൽറ്റ് നമ്മൾ നാട്ടിൽ വന്നൊരു ഫീലാണ്. വെരി നൈസ്. ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത ഒരു പോണ്ട് പാർക്കാണ്. ഓക്കെ, ബട്ട് ദെൻ ടു ഇറ്റ്സ് ലുക്കിംഗ് സോ 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 പ്രിറ്റി. എനിക്ക് എത്ര എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് മതിയാവാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു തണുപ്പ് സമയത്തും അതേപോലെ നല്ല മഴക്കാറുള്ള സമയത്ത്, മഴ പെയ്യാൻ പാടില്ല, നല്ല മഴക്കാറുള്ള സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അമേസിങ്. രണ്ടുപേരും കിടന്നു അവിടെ. എനിക്ക് മുട്ടൻ്റെ പ്രശ്നം ആയതുകൊണ്ട് ഐ എം നോട്ട് ഏബിൾ ടു flight. Where is the flight? Yes. ഏട്ടൻ നീ കിടന്നു ഉറങ്ങും ഇവിടെ. ആരാധ്യ, കുഞ്ഞിന് ഇഷ്ടമായി ഇവിടെ? You would like to come again? അവിടെ കണ്ടു. നമുക്ക് പോവാം, മെല്ലെ 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 ഓരോ സ്ഥലത്തേക്ക് പോവാട്ടോ.
നാട്ടിലെ റെന്റ് എത്രയാണെന്ന് പറഞ്ഞു കൊടുത്തോളൂ. റെന്റ് എന്താ പറയുക, കമ്പാരിറ്റീവ്ലി നമുക്ക് ബാക്കിയുള്ള ദുബായിന്ന് അപേക്ഷിച്ച് കുറച്ച് കുറവായിരിക്കും. ദുബായ് ഷാർജ ബോർഡറിനായ കാരണം. എന്നാൽ ഷാർജയുടെ അത്ര കുറയൂല. ഇത് ട്രാവലിങ്ങിന് കുറച്ച് ഈസിയാണ് നമുക്ക്. അതുകൊണ്ടാണ് അവിടെ ഇത്തിരി ആ റെന്റിന്റെ ഒരു നിൽക്കുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 BHK എന്നൊക്കെ പറയുമ്പോൾ ഒരു 2800 മുതൽ ഒരു 3000 4000 വരെ. നമ്മുടെ വരുന്നത് 2800 ആണ്. അതും ഇൻക്ലൂസീവ് ഓഫ് വൈഫൈ ആണ് കേട്ടോ. നമുക്ക് വൈഫൈയും ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മൾ ഇതിൻ്റെ മുന്നത്തുള്ള ഫ്ലാറ്റും ഇതും റെൻറ്റിന് സെയിം ആണ് റെൻറ്റ് വരുന്നത്. അതാണ് നമ്മൾ പെട്ടെന്ന് ഇത് എടുക്കാൻ തന്നെ കാരണമായത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കണം നമ്മൾ ഫ്ലാറ്റൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇത്രയും നല്ല റേറ്റ് കുറവിൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് വിറ്റ് പോകും. സോ യെസ്, ശരി. ഇപ്പോൾ കുറച്ച് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ, ഇതെന്താ തൊട്ടാവാടിയാണോ? ചീരത് എന്താ മനസ്സിലാവില്ലല്ലേ? ഇത് കാണുമ്പോൾ ചീര പോലെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലത്തെ ചീര പോലെ ഉണ്ട്. ഫുൾ ഏരിയ മുഴുവൻ തന്നെയല്ലേ. ഇറ്റ്സ് വെരി നൈസ്. ആയിട്ട് കാറ്റിങ്ങനെ വീശി തുടങ്ങിയിട്ടുണ്ട്. ചൂടൊക്കെ കുറച്ച് കുറഞ്ഞു കേട്ടോ. നമ്മൾ ഇപ്പോൾ കുറച്ച് അരമണിക്കൂർ മുമ്പ് വന്ന സമയത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ കാറ്റ് കുറച്ച് അങ്ങനെ വീശാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ലേ? മൈലാഞ്ചിയാണോ? മൈലാഞ്ചി ആണെങ്കിൽ ഇത് ഒരൊറ്റണം പോലും ബാക്കി ഉണ്ടാവില്ലല്ലോ. എല്ലാവരും പറിച്ചോണ്ട് പോലേ. ചോദിച്ചു തുടങ്ങിയാ? അറിയില്ല എന്നുള്ളതാ. അതെ, എന്നോട് വേണമെന്ന് വെച്ചാൽ പറഞ്ഞില്ലേ. അപ്പൊ പക്ഷെ നല്ല രസമുണ്ട്. ഫോട്ടോസിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. അതിനാളിലൊക്കെ മേളിൽ അതൊക്കെ മേലെ നീമ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടില് കാണുന്ന മരങ്ങള്. ഇത് കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഫുൾ ഓഫ് ബിൽഡിങ്സ്. ഒരു ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇൻ ഫ്യൂച്ചർ നമ്മൾ ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ചൂസ് ദിസ് പ്ലേസ്. ഹലോ, ഒരു ഹായ് പറയൂ. ഇതിപ്പോ അവിടെ ആ ഒരു എന്റെ ഒരു മറ്റേ റെഡ് കളറിന്റെ ഒരു പ്രിന്റ് ചെയ്തിട്ടുള്ള ലൈറ്റ് കണ്ടോ നേരെ? അപ്പൊ അവിടെ പറയണ്ടോ ഇതിന്റെ എൻഡ് അവിടെയാണോ? ഇല്ല, അത് സ്റ്റാർട്ടിങ് പറയുന്നത് ഇത് മെയിൻ റോഡാണ്. ഇൻഡസ്ട്രിയൽ ഏരിയന്റെ മെയിൻ റോഡാണ്. ഇൻഡസ്ട്രിയൽ ഏരിയന്റെ മെയിൻ റോഡാണ് ആ റെഡ് കാണുന്നത്. അത് മെയിൻ റോഡാണ്. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് സുലേഖ ഹോസ്പിറ്റല്, അവിടെ നിന്ന് തൊട്ട് ഇങ്ങോട്ടാണ്. കണ്ട, അപ്പൊ ഇത് ഇത്രത്തോളം ഒരു ശരിക്കൊരു പാർക്ക് നാട്ടിൽ പോലും ഇത്രയും ഉണ്ടാവില്ല. ഇത്രയും ഗ്രീനറി കണ്ടില്ലേ? നമുക്ക് ഒരു വെയിലിന്റെ ഒരു കണിക പോലും ഇങ്ങോട്ട് കിടക്കാത്ത രീതിയിലാണ്. ഇത്രത്തോളം കണ്ടില്ലേ? ഫുള്ള് നമുക്ക് നല്ല ഷെയ്ഡ് കിട്ടും ഇവിടെ. നമുക്ക് വന്നിരുന്ന് ഉച്ച നേരത്ത് വന്നാൽ വരെ നമുക്കൊരു റെസ്റ്റ് കിട്ടും. കുറേ നേരമായിട്ട് പോണ്ട് പാർക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലേ. പോണ്ട് ഞാൻ കാണിച്ചു തന്നില്ല. സോ ഇതാണ് കേട്ടോ. സച്ച് എ ബ്യൂട്ടിഫുൾ, ഐ മീൻ എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല. ഈ പാർക്കിൻ്റെ ചുറ്റും മാത്രമല്ല, ഉള്ളിലും ഫുൾ ഗ്രീനറീസ് മാത്രമല്ല കേട്ടോ. സോ ഇത്രയും ഒരു ബിസി ആയിട്ടുള്ള സിറ്റിൻ്റെ അകത്ത് പോലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. ഇറ്റ്സ് റിയലി വെരി ബ്യൂട്ടിഫുൾ.
നല്ലോണം കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗിവിങ് എ വെരി പ്ലെസൻറ്റ് ഫീലിംഗ് ടു അസ്. അപ്പോൾ ഞാനിത് എടുത്ത് വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ചൂട് അമ്മാതിരി ചൂടാണ്. സോ ഈ ചൂടത്ത് നമ്മുടെ സ്ട്രെസ്സ് കുറച്ചും കൂടി കൂടും എന്ന് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. സോ എന്നിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക ആംബിയൻസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഐ ഫീൽ ഇറ്റ്സ് വെരി റിലാക്സിങ്. നല്ലോണം നമുക്ക് നമ്മുടെ സ്ട്രെസ്സൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഇവർ രണ്ടുപേർക്കും ജിമ്മ് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. എവിടെ ജിമ്മ് കണ്ടാലും അതിന് മുകളിൽ കയറിയിരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, വെറുതെ കയറിയിരിക്കുക മാത്രമേ ഉള്ളൂ. എന്താ ബോഡി ബിൽഡിംഗ് ആണ്. ഇതാണ് എനിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം, ജസ്റ്റ് സെറ്റ് ഹിയർ. ഇനി പിന്നീട് അവിടെ വേദന ഇവിടെ വേദന എന്ന് മാത്രം പറയരുത് കേട്ടോ. ജിമ്മിലുള്ളതാണോ? അതെ, ഓക്കെ. അപ്പോൾ കുറേ ഇല്ലേ ജിമ്മിലൊക്കെ പോയിട്ട്? വേറെ ഒന്നുമില്ല, ഒരു ബാറ്റ് പെട്ട് കിടക്കുകയാണ് കേട്ടോ. ഒരു ബാറ്റ് പെട്ട് കിടക്കുകയാണ് നമ്മുടെ ബാഡ്മിൻ്റണിൻ്റെ അവിടെ. ആദ്യം കോക്ക് പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന് ഒരു ബാറ്റ് ഇട്ടു, അതും പെട്ടു. ഇപ്പോൾ ഏട്ടൻ ഒരു ഹീറോയിസം കാണിക്കാൻ വേണ്ടി ഒരു വടിയും കൂട്ടിയിട്ടപ്പോൾ വടിയും കൂടി പെട്ടുപോയി. എന്തായി? ചാടിക്കോ. ഇതുപോലെ ഗോസ്റ്റ് ചെടി പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി ഒരു 7 o'clock ആയിട്ടുണ്ട്. സോ കുറച്ച് നേരം കൂടി ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് പോവാം. സോ വി ആർ എൻഡിങ് ടുഡേയ്സ് വ്ലോഗ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ. സോ സീ യു നെക്സ്റ്റ് ടൈം. ബൈ, ടേക്ക് കെയർ. എൻ്റെ ലെഫ്റ്റ് കാല് ഇപ്പോൾ ദുബായിലാണ്, ഏട്ടൻ്റെ കാലിൽ ഇപ്പോൾ ഷാർജയിലാണ്. ഇതാണ് നമ്മുടെ ബോർഡർ എന്ന് പറയുന്നത് കേട്ടോ.